പരമാവധി ശിക്ഷ തന്നെ നൽകണം എന്നത് തന്നെയാണ് പ്രോസിക്യൂഷൻ കോടതിയിലടക്കം ആവശ്യപ്പെട്ടത്. പിന്നീട് നമുക്കറിയാം ഈ ദൃശ്യങ്ങളിലടക്കം ഷെഫീഖിന്റെ ചിത്രം അല്ലെങ്കിൽ ദൃശ്യങ്ങൾ നൽകുമ്പോൾ എത്രയോ ദിവസമായി കേരളം കാത്തിരുന്നതാണ് ഷെഫീഖിന് എന്ത് സംഭവിക്കുന്നു, ഷെഫീഖ് ജീവിതത്തിലേക്ക് തിരികെ വരുമോ, ഷെഫീഖ് ഭക്ഷണം കഴിക്കുമോ, മരുന്നുകളോട് പ്രതികരിക്കുമോ, അങ്ങനെയൊക്കെ മലയാളികൾ കാത്തിരുന്നതാണ്. ആ ഷെഫീഖ് ജീവിതത്തിലേക്ക് തിരികെ വന്നുവെങ്കിലും ഷെഫീഖിൻ്റെ വളർച്ചയെ പ്രതികൂലമായി ബാധിച്ചു അന്നത്തെ മർദ്ദനം. ഇപ്പോഴും നമുക്കറിയാം കൃത്യമായ ചലനശേഷി ഷെഫീഖിന് ഇല്ല, ബുദ്ധി വളർച്ച നിലച്ചുപോയി. അതിനെല്ലാം കാരണമായത് അന്നത്തെ ആ അതിക്രൂരമായ മർദ്ദനം ആയിരുന്നു എന്ന് വ്യക്തമായതാണ്. അതിനുള്ള ശിക്ഷയാണ് യഥാർത്ഥത്തിൽ വിധിക്കപ്പെടാൻ പോകുന്നത്. പരമാവധി ശിക്ഷ എന്നത് തന്നെയല്ലേ പ്രോസിക്യൂഷന്റെ ആവശ്യം? തീർച്ചയായും അഭിലാഷ്, പരമാവധി ശിക്ഷ എന്ന് തന്നെയാണ് പ്രോസിക്യൂഷന്റെ ആവശ്യം. ഇത് തന്നെയാണ് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചത്. ഒരുപക്ഷെ ഈ കുഞ്ഞ് ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ലെന്ന് തോന്നിച്ച ദിവസങ്ങളായിരുന്നു ഈ 2013 സംഭവിച്ചത്. കാരണം ഷെഫീഖിന് അത്രമാത്രം ക്രൂരമായ ഒരു മർദ്ദനത്തിനാണ് ഷെഫീഖ് ഇരയായത്. ആഴ്ചകളെടുത്ത ചികിത്സയ്ക്കൊടുവിൽ തന്നെയാണ് ഷെഫീഖ് ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയത്. പക്ഷേ തലച്ചോറിനേറ്റ ക്ഷതവും മറ്റും കുഞ്ഞിന്റെ മാനസിക വളർച്ചയെ ബാധിച്ചു. ശരീരത്തിനേറ്റ മർദ്ദനം കുഞ്ഞിന്റെ ശാരീരികമായ വളർച്ചയെ ബാധിച്ചു. കൈകാലുകളെല്ലാം തന്നെ ശോഷിച്ച അവസ്ഥയിലാണ്. കുട്ടിക്ക് തന്നെ എഴുന്നേറ്റ് നിന്ന് ഇപ്പോൾ 14 വയസ്സ് പ്രായമുള്ള ഷെഫീഖിന് തനിയെ എഴുന്നേറ്റ് നിന്ന് സ്വന്തം കാര്യം ചെയ്യാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് ഉള്ളത്. ഈ കാര്യങ്ങളെല്ലാം തന്നെ ജഡ്ജി നേരിട്ടെത്തി ഷെഫീഖിന് പരിചരണത്തിലിരിക്കുന്ന ആശുപത്രിയിലെത്തി ജഡ്ജി നേരിട്ട് കണ്ട സാഹചര്യങ്ങൾ തന്നെയാണ് ഇതെല്ലാം. കുട്ടിയുടെയും മറ്റും മൊഴികളും സാക്ഷിക മൊഴികളും എല്ലാം തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇക്കാര്യത്തില് ആ ഒരു സാഹചര്യത്തിലുള്ള ഷെഫീഖിനെ മർദ്ദിച്ച് ഈ ഒരു അവസ്ഥയിലാക്കിയ സ്വന്തം പിതാവും രണ്ടാനമ്മയും ചേർന്നാണ് ഇതെല്ലാം ചെയ്തതെന്നാണ് മറ്റൊരു കാര്യം. ഇവർക്ക് പരമാവധി ശിക്ഷ തന്നെ നൽകണമെന്നാണ് പ്രോസിക്യൂഷൻ ആവശ്യം. എന്നാൽ പ്രതികൾ കോടതിയിൽ ഉന്നയിച്ച മറ്റു പല കാര്യങ്ങളുണ്ട്. ഇവർക്ക് തുടർന്നുള്ള ജീവിതം, ഇവരുടെ മറ്റു കുട്ടികളെ നോക്കാനുള്ള ഒരു സാഹചര്യം എല്ലാം തന്നെ പ്രതികൾ കോടതിയിൽ ഉന്നയിച്ചു. എന്നാൽ ഇതൊന്നും നിലനിൽക്കില്ല എന്നുള്ളത് തന്നെയാണ് പ്രാഥമിക ഘട്ടത്തിൽ മനസ്സിലാവുന്നത്. കാരണം കോടതി കുറ്റക്കാരെന്ന് വിധിച്ചു കഴിഞ്ഞു. ഇനിയുള്ളത് ഇവർക്കുള്ള ശിക്ഷാവിധിയാണ്. അത് ഒന്നുകിൽ ഉച്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ അല്പസമയത്തിനുള്ളിൽ തന്നെ ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. ഇപ്പോൾ കേസ് പരിഗണിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ കുട്ടിയുടെ പിതാവ് ഷെരീഫും, ഒന്നാം പ്രതി ഷെരീഫും, രണ്ടാം പ്രതി അനീഷയും കോടതിയിൽ ഹാജരായിട്ടുണ്ട്. രാവിലെ തന്നെ ഇവർ ഹാജരായിരുന്നു. പിന്നെ മറ്റൊരു കാര്യം, ഷെഫീഖിന്റെ സഹോദരനെ മർദ്ദിച്ചതിനും ഇരുവർക്കുമെതിരെ പോലീസ് കേസെടുത്തിരുന്നു. ആ ഒരു കാര്യം കൂടി ഈ കേസിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ദൃക്സാക്ഷികൾ ഇല്ലാതിരുന്നിട്ടും മെഡിക്കൽ തെളിവുകൾ, സാഹചര്യ തെളിവുകൾ എന്നിവയുടെ പിൻബലത്തിൽ മാത്രമാണ് ഈ കേസ് വാദം ഇതിന്റെ പൂർത്തിയായത്. എന്തായാലും പ്രോസിക്യൂഷൻ ഇവർക്ക് പരമാവധി ശിക്ഷ നൽകണമെന്ന വാദത്തെ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ ഇവർക്കുള്ള വിധി വരുമെന്ന് തന്നെയാണ് അഭിലാഷ് പ്രതീക്ഷിക്കുന്നത്. റൈറ്റ്. എന്തായാലും ഇന്ന് തന്നെ വിധി പ്രസ്താവം ഉണ്ടാകുമോ എന്നാണ്. ഇടുക്കി കുമളിയിൽ ഷെഫീഖ് എന്ന 4.5 വയസ്സുകാരനെ 2013 അതിക്രൂരമായി ആക്രമിച്ചതിൻ്റെ, മർദ്ദിച്ചതിൻ്റെ ഭാഗമായി ഉണ്ടായ കേസ് ആണ്. പിന്നീട് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുമ്പോഴാണ് ഈ കുട്ടി ഇങ്ങനെ നിരന്തരമായി മർദ്ദനം ഏറ്റിരുന്നു എന്ന് മനസ്സിലായത്. ആ കുട്ടിയുടെ ശാരീരികവും മാനസികവുമായ വളർച്ചയടക്കം ബാധിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോഴും ഷെഫീഖ് ജീവിച്ചിരിപ്പുണ്ട്. പക്ഷേ എന്താണ് സംഭവിക്കുന്നത് എന്നൊന്നും തിരിച്ചറിയാൻ പറ്റാത്ത സാഹചര്യം ആണുള്ളത്. ആയമാരുടെ തണലിൽ ആണ് ഷെഫീഖ് ഇപ്പോഴുമുള്ളത്. തൻ്റെ അച്ഛനും അമ്മയും ആരാണെന്ന് ഷെഫീഖിന് അറിയാൻ പാടില്ല. അവർ ചെയ്ത കുറ്റം എന്താണ് എന്നൊന്നും അറിയാൻ പറ്റില്ല. പക്ഷേ ഈ വിധി തീർച്ചയായും കേരളത്തിന് മാതൃകയാകേണ്ട വിധി എന്ന് പൊതുവെ നിരീക്ഷിക്കപ്പെടുന്ന സാഹചര്യം കൂടിയുണ്ട്. ആ വിധി പ്രസ്താവമാണ് എല്ലാവരും കാത്തിരിക്കുന്നത്.